കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് വെല്ലുന്ന മിടുക്കൻ പിശാചാണ്, പക്ഷേ ദൈവമക്കളെ വെല്ലുവാൻ കഴിയുക. ഇത് ഓരോ ദൈവമക്കളും തിരിച്ചറിയും. അപ്പോ ഈ ടൈറ്റിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ദൈവമക്കളെ പിശാച് ജയിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവമക്കളെ അവരായിരിക്കേണ്ട മണ്ഡലത്തിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുകയാണ് എങ്കിൽ പിശാചിന് അവരെ ജയിക്കാൻ കഴിയുകയില്ല. അപ്പോ ദൈവമക്കൾ ഓരോരുത്തരും ദൈവം നമ്മളെ ആക്കി വെച്ച മണ്ഡലത്തിൽ ജീവിക്കുകയും അവിടെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്താൽ പിശാചിനെ ജയിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. നാം ആരെ ജയിക്കണം? പിശാചിനെ ജയിക്കണം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, റോമ 16:20, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ച് കളയും. ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂട്ടായിരിക്കും. Dear brothers, there is a subheading to that about topic. The subheading is that Satan can win over an AI, but Satan will not be able to win over the children of God. So Satan is intelligent enough to win over an AI, but Satan cannot win over the children of God. So if you look at the surroundings, many times we see that Satan is defeating the children of God in many ways. But if the children of God are living within the parameters that God wants them to live, then let me tell you, Satan will not be able to defeat the children of God, and the children of God will be able to defeat Satan. And this is what is written in Revelation 21, where God says that to him who wins, this will be given as inheritance, that you will be my son and I'll be his God. And similarly in Romans chapter 16 verse 20, Paul says that the God of peace will crush Satan under your feet. The grace of our Lord Jesus be with you. സെക്കൻഡ് കോറിന്ത്യർ 4:4 പിശാച് ചെയ്യുന്ന പരിപാടിയോട് എഴുതിയിട്ടുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അതാണ് ക്രിസ്തു 3 വർഷം പ്രസംഗിച്ചത്. ആ സുവിശേഷമാണ് തന്റെ പിതാവ് വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, യഹോവ അന്നാളിൽ സർവ്വഭൂമിക്കും രാജാവാകും, അത് സംഭവിക്കാൻ പോകുന്നു, മനുഷ്യ നീ മാനസാന്തരപ്പെട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ആ സന്ദേശം ശോഭിക്കാതിരുപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി, ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ മനസ്സ് കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി നിർത്തിയിരിക്കുക. ഇന്നും ക്രിസ്തുവിന്റെ സന്ദേശം 3 വർഷം പ്രസംഗിച്ചത് ക്രിസ്ത്യാനികൾക്ക് പോലും അറിയില്ല എന്താ സംഭവം. എന്റെ അപ്പനോടുകൂടെ ജീവിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പ്രിയ മകനെ പ്രിയ മകളെ നിന്നെ ഒരുക്കുകയാണ് ക്രിസ്തു. ഇത് തിരിച്ചറിയാതെ പോകരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ നീ അറിയാതെ ഇരിക്കരുത്. ക്രിസ്തുവിനെ തന്നത് സ്വർഗസ്ഥ പിതാവിനെ മറയ്ക്കാനല്ല, ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തത്, വ്യക്തമായിട്ട് പറയണം, അപ്പോയിന്റ് ചെയ്തത് നമ്മളെ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തിക്കാനാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാമോ വിശുദ്ധ ബൈബിളിൽ നിന്ന്? പകരം ഇന്നത്തെ നല്ലവർക്ക് ക്രിസ്തു ഈ ക്രിസ്തുവിനെ കൊണ്ട് സ്വർഗസ്ഥ പിതാവിനെ അങ്ങ് മറയ്ക്കുകയാണ്. രണ്ടും ചെയ്യുന്നത് ഒന്ന് തന്നെ. പഴയ ഉടമ്പടിയിൽ പിശാച് മനുഷ്യനെ പാപത്തിൽ തള്ളിയിട്ട് മനുഷ്യന്റെ പാപം കൊണ്ട് പിതാവിനെയും മനുഷ്യനെയും തമ്മിൽ മറച്ചു. എന്ന് ക്രിസ്തുവിനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ക്രിസ്തുവിനെ ഇതാ സ്വർഗസ്ഥ പിതാവാണെന്നും പറഞ്ഞ് സ്വർഗസ്ഥ പിതാവിന്റെ ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നിട്ട് ആ ക്രിസ്തുവിനെ കൊണ്ട് തന്നെ പിതാവിനെ അങ്ങ് മറച്ചു. രണ്ടും പിശാചിന്റെ കളികളാണ്. മിടുക്കൻ പിശാച്, വെല്ലുന്ന പിശാചിന്റെ മിടുക്ക്. എന്നാൽ യഥാർത്ഥ ദൈവ മക്കളുടെ മിടുക്ക് അതിലും വലിയതാണ്. കാരണം അവർ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഏയുടെ മുകളിൽ പ്രവർത്തിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ പിശാചിന്റെ ജ്ഞാനമല്ല, അതിലുപരി ദൈവം നമ്മളുടെ തേജസ്സനായി മുൻനിയമിച്ചിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ടാ ദൈവത്തിന്റെ മക്കൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ മോനെ മോളെ, ഈ ആത്മാവിന്റെ സന്ദേശം ഏറ്റെടുത്തു. പിശാചിന്റെ തന്ത്രങ്ങളിൽ നീ വീഴില്ല. എപ്പോ നീ ഈ ദൈവിക ജ്ഞാനം ദൈവം നിനക്ക് വേണ്ടി റിസർവ് ചെയ്ത് ഈ ദൈവിക ജ്ഞാനത്തിൽ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ നീ വീഴും. Dear brothers, so let us look at what Satan does in the New Testament times, and this we see in 2 Corinthians chapter 4 verse 4 onwards. Let me read verse 3 and 4. And even if our gospel is veiled, it is veiled to those who are perishing, in whose case the God of this world has blinded the minds of the unbelieving, so that they might not see the light of the gospel of the glory of Christ, who is the image of God. So you can see that Satan is blind
blinding the minds of the unbelieving so that they would not see the light of the gospel of the glory of Christ. This is the gospel that our Lord Jesus preached for 3 years, and Satan is trying to blind the minds of the people to this gospel. This gospel is very simply that God is preparing us through our Lord Jesus Christ to live with Him, and Satan is trying to blind the mind of this, blind even many believers from this. So you can see that in the Old Testament days, Satan used sin to bring a separation between man and God the Father. And in the New Testament days, Satan has cleverly used our Lord Jesus Himself as a means of separation, as a means of hiding God the Father, so that people don't pay attention to God the Father. And that's why the topic of today's message is Satan, who is more intelligent than AI. So you can see that Satan has done this very intelligently, and that's why Satan is more. The topic of today's message is Satan is more intelligent than even AI, which uses massive server farms to function. But Satan has done a very clever thing, even more cleverer than that. But dear brothers, if you walk according to the way God the Father intends for us, the children of God, to walk, then we will have a wisdom even beyond this, because AI uses the wisdom of this world to function, and Satan's wisdom, that is the wisdom of the rulers of this world, is above that. But as the children of God, if we function according to God's will, we will have wisdom even above the wisdom of the rulers of this world. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപരിധിയിലുള്ള ഏവരെയും അറിയുകയാണ്. ദൈവത്തിന്റെ ജീവനും സമാധാനവും ഐശ്വര്യവും എല്ലാ നന്മകളും നിങ്ങളിൽ സമൃദ്ധമായി വാഴുവാനിടയാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is listening to this broadcast. May God's life, peace, prosperity, and all His goodness reign abundantly in your lives. ആദ്യം തന്നെ ഈ മീറ്റിംഗിലേക്ക് ട്യൂൺ ചെയ്തിട്ടുള്ള, കടന്നു വന്നിട്ടുള്ള എല്ലാവരോടുള്ള നന്ദി അറിയുകയാണ്. ഈ സന്ദേശം ഏതെങ്കിലും ഒരു ഡിനോമിനേഷന്റെ കീഴിലുള്ള സന്ദേശമല്ല, പകരം ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ചുറ്റളവിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളെയും ക്രിസ്തുവാകുന്ന തലയോളം വളർത്തി ദൈവം അവർക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവത്തോടു കൂടെയുള്ള
ആ ജീവിതത്തിലേക്ക്, ആ ഭാവിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതാണ്. തുടർന്ന് ദൈവം അവരിലൂടെ ഭൂമിയെ വാഴുന്നതാണ്. ആ ലക്ഷ്യത്തിലേക്കാണ് ദൈവജനത്തെ കൊണ്ടുപോകുന്നത്. മരണമുള്ള കുടുംബത്തിൽ നിന്ന് മരണമില്ലാത്ത ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്. അതുകൊണ്ട് ജാതി മതഭേദമൊന്നും ഇതിനില്ല, ഒരു കക്ഷിഭേദവുമില്ല. ഏവർക്കും ഈ ദൈവ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. Dear brothers, let me begin by thanking all of you who are listening to this broadcast. Let me remind you that the purpose of this message is so that everyone who is to whom this message reaches, they will be able to grow to the head that is our Lord Jesus Christ, as God the Father intends, and so that they can live with God the Father together in heaven, and eventually God the Father can rule the earth through them. So in that regard, there is no difference of religion, caste, or any other sect to those who are listening. When it comes to our broadcast to people, all of you are equally welcome to come and listen to this broadcast. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന ആ ദൈവവചനം ഒരു ഡിഫെൻസീവ് മെഷറാണ്. പലപ്പോഴും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സില് അവരോട് ചോദിക്കും, എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പട്ടാളത്തിലാണ്, രാജ്യം കാക്കുന്ന ആ വലിയൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങളുടേത്. ഇതേപോലെ ഇന്നത്തെ സന്ദേശം ഒരു ഡിഫെൻസീവ് മെഷറാണ്. അപ്പോൾ തന്നെ അത് ശത്രുവിനെ എക്സ്പോസ് ചെയ്യുന്ന, പിശാചിന്റെ തന്ത്രങ്ങളെ എക്സ്പോസ് ചെയ്യുന്ന, ദൈവജനത്തിന് ജാഗ്രത കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ സന്ദേശം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. Dear brothers, so today's message is being planned as a defensive measure. So many a times when pastor has asked people where they work, they have replied that they work in the defense forces. So all countries have defense forces for the purpose of defending from enemy attack, and also eventually to prepare for them to attack. So in the same way, today's message is intended to be a defensive measure, and not just a defensive measure, a message that will expose the tactics of the enemy, expose the tactics of Satan, so that the children of God can fight against him better. ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റില് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. AI വെല്ലുന്ന മിടുക്കൻ പിശാച്. AI എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ല. ഇപ്പോഴത്തെ ശാസ്ത്ര ലോകത്തിന്റെ പുതിയ ഡെവലപ്മെന്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് AI-യുടെ ആ ഫുൾ ഫോം. ആ AI ഇന്ന് എല്ലാ മേഖലയിലും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പലപ്പോഴും AI-യിലേക്ക് എത്താത്തവർ വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കും എന്ന് ഇന്ന് ലോകം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ ഈ സന്ദേശത്തിന്റെ ടൈറ്റിൽ AI-യെ വെല്ലുന്ന മിടുക്കൻ പിശാച് എന്നാണ് ഈ സന്ദേശത്തിന്റെ ടൈറ്റിൽ. Dear brothers, the topic of today's message is Satan more intelligent than AI. Satan, who is more intelligent than AI. Dear brothers, as you know, if you are unaware, in the recent times, artificial intelligence has become far more popular, and it is said that if we don't adapt to the new improving artificial intelligence, we will be left behind. But today's message is that Satan is more intelligent than even AI. കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് AI-യെ വെല്ലുന്ന മിടുക്കൻ പിശാചാണ്, പക്ഷേ ദൈവമക്കളെ വെല്ലുവാൻ കഴിയുകയില്ല. ഇത് ഓരോ ദൈവമക്കളും തിരിച്ചറിയാം.
ഈ ടൈറ്റിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ദൈവമക്കളെ പിശാച് ജയിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവമക്കളെ അവരായിരിക്കേണ്ട മണ്ഡലത്തിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുകയാണ് എങ്കിൽ പിശാചിന് അവരെ ജയിക്കാൻ കഴിയുകയില്ല. അപ്പോ ദൈവമക്കൾ ഓരോരുത്തരും ദൈവം നമ്മളെ ആക്കി വെച്ച മണ്ഡലത്തിൽ ജീവിക്കുകയും അവിടെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്താൽ പിശാചിനെ ജയിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാകും. നാം ആരെ ജയിക്കണം? പിശാചിനെ ജയിക്കണം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, റോമ 16:20, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ച് കളയും. ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂട്ടായിരിക്കും. Dear brothers, there is a subheading to that about topic. The subheading is that Satan can win over an AI, but Satan will not be able to win over the children of God. So Satan is intelligent enough to win over an AI, but Satan cannot win over the children of God. So if you look at the surroundings, many times we see that Satan is defeating the children of God in many ways. But if the children of God are living within the parameters that God wants them to live, then let me tell you, Satan will not be able to defeat the children of God, and the children of God will be able to defeat Satan. And this is what is written in Revelation 21, where God says that to him who wins, this will be given as inheritance, that you will be my son and I'll be his God. And similarly, in Romans chapter 16, verse 20, Paul says that the God of peace will crush Satan under your feet. The grace of our Lord Jesus be with you. പ്രിയ സഹോദരങ്ങളെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിയാത്തവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു രൂപം ഞാൻ നിങ്ങൾക്ക് പറയാം. മനുഷ്യർ ചെയ്യുന്ന അനേക മനുഷ്യർ ഒരുമിച്ച് കൂടി ചെയ്യുന്ന വലിയ വേളയെ നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കുവാൻ ഈ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും. അത് നമ്മുടെ സാധാരണയുള്ള ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സ്ഥലമല്ല, അതിനേക്കാളെല്ലാം ഉപരി വളരെ ഹയർ ലെവലിലുള്ള ഒരു പ്രോഗ്രാമാണ്. ചാറ്റ് ബോട്ട് എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെയുള്ള പല സോഫ്റ്റ്വെയറുകളും ചാറ്റ് ബോട്ടുകളും നമ്മളുടെ ചുറ്റുപാടും ഇത് ഡെവലപ്പ് ചെയ്തു വരുന്നു. അതിലൊന്നാണ് ChatGPT, മറ്റത് ഗൂഗിൾ ജെമിനി, മറ്റൊന്ന് ക്ലോഡ്, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പോ മനുഷ്യർ അനേകർ ചിന്തിച്ചു കൂട്ടി ചെയ്യുന്ന, മാസങ്ങളെടുത്ത് ചെയ്യുന്ന പണികൾ നിമിഷ നേരം കൊണ്ട് ചെയ്യുവാനായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും. അതിന്റെ ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. പലപ്പോഴും പല നാളുകളായി ഞാൻ വരയ്ക്കാൻ ആഗ്രഹിച്ചിട്ടും വരയ്ക്കാൻ വേണ്ടി ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ തപ്പിയിട്ടും ഒക്കെ പറ്റാത്ത ഒരു ചിത്രം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വെറും 2 മിനിറ്റ് കൊണ്ട്, 2 മിനിറ്റ് താഴെ കൊണ്ട് ഇത് മനോഹരമായി വരച്ച് കൈ തന്നു. ആ ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആഫ്റ്റർ ട്രാൻസ്ലേഷൻ, ഗോ അഹെഡ്. Dear brothers, to those of you who are very familiar with AI, let me tell you that there are many AI programs, many AI chatbots which are able to do the task that many humans can do. This AI is able to do the task all by itself. These are very complicated setups not in our individual computer, but in massive workstation, massive server stations. And these are various chatbots like ChatGPT, Gemini AI, and Claude AI, etc. And these AIs, using the massive system, they are able to accomplish tasks that will take a team of human beings several months to accomplish. They are able to accomplish that task within seconds. As an example, Pastor had
Pastor was trying to get a drawing. He had checked Google and the net and all. He was trying to get a drawing that he wanted. He was trying to do it for several months, but eventually he asked an AI to do the drawing, and AI was able to accomplish it in 2 minutes. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അതിന്റെ ഒന്ന് മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. ഞാൻ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും നിങ്ങൾ അതിന്റെ ശാഖകളും എന്ന ആ ഒരു സന്ദേശം, അത് അതേപോലെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ പല രീതിയിലും പലയിടത്തും അന്വേഷിച്ചു, ഞാൻ തന്നെ വരച്ചു. പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് പ്രോഗ്രാമിലൂടെ വെറും 2 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 2 മിനിറ്റ് താഴെ, അത് മനോഹരമായി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇതാ ആ മുന്തിരിവള്ളി, ആ സ്വർഗീയ പിതാവ്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആ പിതാവ്, ആ വെള്ളം ഹോളി സ്പിരിറ്റ്, അതോടൊപ്പം തന്നെ ഇതാ അതിനോട് ചേർന്ന് ഇതാ ഒരു സ്ക്രോൾ എഴുതിയിരിക്കുന്നു, ബിഹോൾഡ് ഐ മേക്ക് ഓൾ തിങ്സ് ന്യൂ, ഞാനിതാ എല്ലാം പുതിയതാക്കുന്നു, വെളിപ്പാട് 21:5 വചനം. അങ്ങനെ ഇതാ നിങ്ങൾക്ക് ആ മുന്തിരിവള്ളിയിൽ നോക്കിയാൽ ആ ധാരാളം ബ്രാഞ്ചുകൾ കാണാം, ഓരോ ബ്രാഞ്ചിലും ഓരോ മുഖങ്ങൾ. എത്ര മനോഹരമായാണ് പ്രിയ സഹോദരങ്ങളെ വളരെ പെട്ടെന്ന് ഇതാ ഈ സന്ദേശം നമുക്ക് ലഭ്യമാകുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇത്ര ബുദ്ധിപരമായി ചിന്തിക്കുന്ന ചാറ്റ് ബോർഡാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ AI സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ പിശാച് ഇതിനേക്കാൾ മിടുക്കനാണ്. തിരിച്ചറിയ ദൈവമക്കൾ, നിങ്ങൾ നിങ്ങളുടെ ദൈവ കുടുംബത്തിൽ നിന്നാൽ നിങ്ങൾ പിശാചിനേക്കാൾ മിടുക്കന്മാരാണ്. നിങ്ങൾ പിശാചിനെയും തോൽപ്പിക്കും. ഈ ഒരു തിരിച്ചറിവ് കൊണ്ടാകട്ടെ. Dear brothers, let me draw your attention to this image. This is an image that is supposed to represent John chapter 15 verse 1, where Jesus says that I am the vine, you are my branches, and Heavenly Father is the gardener or the vine dresser. And you can see how AI was able to depict that image with the God the Father represented as a gardener and Jesus as the vine, and you can see the individual branches of Jesus, which have an individual face. That is like those are individual believers. And AI was able to accomplish this very quickly in 2 minutes. And below that, we can also see that there is a verse from Revelation chapter 22 where it says, "Behold, I make all things new." So you can see how intelligent AI is. And let me tell you that Satan is more intelligent than AI. But dear children of God, if you are living as God intends you to live, then you are superior to even Satan. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇപ്പോ ആ മുന്തിരിവള്ളിയുടെ താഴെ കാണുന്ന സ്ക്രോളിൽ നിന്ന് തന്നെ ആരംഭിക്കാം. വെളിപ്പാട് പുസ്തകം 21:5 അത്യുന്നതനായ ദൈവം പറയുന്നു, നോക്കൂ, ഞാൻ എല്ലാം പുതിയതാക്കുകയാണ്. അപ്പോ സാധാരണ ചിന്തിക്കുന്നവർക്ക് ഒരു ചോദ്യം വരും, അപ്പൊ പഴയതിന് എന്തു പറ്റി? ദൈവം എല്ലാം പുതിയതാക്കുകയാണ്. അതിന്റെ തൊട്ട് മുകളിൽ നമുക്ക് നോക്കിയാൽ കാണാം, ദൈവജനം ആ വെളിപ്പാട് 21 പുതിയ ആകാശം വരുന്നു, പുതിയ ഭൂമി വരുന്നു, പുതിയ യെരുശലേം വരുന്നു, എല്ലാം ദൈവം പുതിയതാക്കുകയാണ്. അപ്പൊ ഈ ഒരു മനോഭാവം ദൈവമക്കൾക്ക് വേണം. ഇന്നത്തെ സാഹചര്യത്തിൽ കുടുങ്ങിപ്പോകരുത്, ഇന്നലകളിൽ കുടുങ്ങിപ്പോകരുത്. നാളെയുടെ ദർശനത്തിൽ നാം മുമ്പോട്ടേക്ക് പോകണം. ഏതാണ് നാളെയുടെ ദർശനം? ദൈവം എല്ലാം പുതിയതാക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തോടുകൂടെ, സ്വർഗീയ പിതാവിനോടുകൂടെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ട് ആ ഭാവിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും, മക്കളെ, നമ്മൾ ഓരോരുത്തരും യാത്രയാകണം, ക്രിസ്തുവെ അനുഗമിച്ച്.
Dear brothers, let us begin by the verses that is given below. This is Revelation chapter 21, verse 5, where God the Father says, "Behold, I am making all things new." And the natural question that comes is, what happens to all things that were old? Dear brothers, if you look at the verses above it, you can see that we have a new heaven, new earth, we have new Jerusalem, and all those things. And dear children, as children of God, we should be looking at what is new and on our way and journey towards what is new. സക്രിയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 9 വാക്യത്തിൽ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനം ഇതാണ്. ആരെങ്കിലും ബൈബിൾ വചനം എടുത്തിട്ടുണ്ടെങ്കിൽ വായിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ സർവഭൂമിക്കും രാജാവാകും. കേൾക്കുക, യഹോവ സർവഭൂമിക്കും രാജാവാകും. ചിന്തിക്കുന്നവർക്കറിയാം അതെന്താ അങ്ങനെ. യഹോവ ഭൂമിക്ക് രാജാവല്ലേ? പ്രിയ സഹോദരങ്ങളെ, യഹോവ സ്വർഗസ്ഥ പിതാവ്, സകലത്തിന്റെ ഉടമസ്ഥനം. എന്നാൽ ഭൂമിയുടെ ഭരണം മനുഷ്യനെ ഏൽപ്പിച്ചു. മനുഷ്യൻ പിശാചിനോട് തോറ്റു. ഇന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചാണ് വീണുപോയ മനുഷ്യനിലൂടെ ഭൂമിയെ വാഴുന്നത്. ഈ ഭരണം സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ തിരിച്ചെടുത്ത് എല്ലാം നവീകരിച്ച് പുത്രൻ ഈ ഭൂമിയുടെ ഭരണം കിങ്ഡം പിതാവിനെ ഏൽപ്പിക്കും. അങ്ങനെ പിതാവ് സർവഭൂമിയെയും വാഴും. ഇതാണ് യേശു കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെ? അങ്ങയുടെ രാജ്യം വരണമേ. എവിടെ? ഭൂമിയിൽ. യേശു അത് പഠിപ്പിച്ചപ്പോ യേശുവിന് വ്യക്തമായ ബോധ്യമുണ്ട്, യഹോവയുടെ രാജ്യമല്ല ഭൂമിയിൽ. അത് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ഉത്തരം നടന്നിരിക്കുന്ന ഒരു പ്രവചന നിവൃത്തീകരണ ഭാഗമാണ് സക്രിയ 14:9. യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും. Dear brothers, let me draw your attention to a verse. This is Zechariah chapter 14, verse 9, and the verse says, "And the Lord will be king over all the earth. In that day the Lord will be the only one, and his name the only one." The Lord here is the tetragrammaton, that is Yehovah. So what this verse says is, in that day Yehovah will be king over all the earth. So naturally, a curious person's question is, isn't he already the king of over the earth? Because Yehovah is the owner of entire universe, owner of the entire creation, and naturally is the owner of earth as well. But dear brothers, what happened is that God gave earth to man, and when man lost to Satan, after man lost to Satan, Satan has been ruling this world through the fallen man.
And what Heavenly Father, that is Jehovah God, does is He sends His Son Jesus Christ, and through Jesus Christ He redeems this world, and Jesus Christ will redeem the entire world, rule over the world, and then He will give the kingdom over to His Father, that is God, Jehovah God. And it is at that point of time that Jehovah will be king over all the earth. This is the same thing if you look at the Lord's Prayer. Jesus says that, "Our Heavenly Father, hallowed be Thy name. How? May Your kingdom come. Where?" And the next time say, "May Your will be done on this world as is in heaven." So Jesus, when He's taught the disciples that prayer, He knows that the Father's kingdom is not yet being done in this world, because his will is not being done in this world. And here this verse, and as we know, the fulfillment of that happens after Jesus comes, after Jesus has conquered over all His enemies, and He has handed over the kingdom back to the Father. It is at that point of time that fulfillment happens. And this prophecy in Zechariah chapter 14 verse 9 is the prophecy which also shows the exact same point, that is the fulfillment of the Lord's Prayer. പ്രിയ സഹോദരങ്ങളെ, അതിന്റെ താഴെ നിങ്ങൾ കാണും, യഹോവ സർവഭൂമിക്ക് രാജാവാകും, അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ചിന്ത വരും, അതെന്താണ് അങ്ങനെ? അന്നാളിൽ, ഇപ്പോഴല്ല, അന്നാളിൽ യഹോവ സർവഭൂമിക്ക് രാജാവാകുന്ന നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, സർവഭൂമിയുടെയും ഉടമസ്ഥൻ ദൈവം തന്നെയാണ്. ഈ ഭൂമിയെ വാഴാൻ ഏൽപ്പിച്ചത് മനുഷ്യരെയാണ്. എന്നാൽ മനുഷ്യർ സ്വകേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മാറി പിശാചിനാൽ അവർ വീഴ്ത്തപ്പെട്ടു, അവർ വാണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരിൽ അനുസരിക്കുന്ന ചിലരെ ദൈവം തെരഞ്ഞെടുത്തു. മനുഷ്യരിൽ ദൈവത്തെ അനുസരിക്കുന്ന ചിലരെ തെരഞ്ഞെടുത്ത് ദൈവം അവരിലൂടെ ഈ ഭൂമിയെ വാഴുവാൻ, ഭൂമിയുടെ കാര്യങ്ങൾ ഇടപെടുവാൻ ദൈവം ശ്രമിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവർ മുഖാന്തരം ദൈവം ഭൂമിയെ വാഴുകയാണ്. എക്സാമ്പിൾ, പഴയ ആ ഉടമ്പടി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, ദൈവം തുടക്കത്തിൽ ആദം മുഖാന്തരം ഭൂമിയെ വാഴുകയായിരുന്നു. ആദം മുഖാന്തരം ഭൂമിയിലെ എല്ലാ മൃഗങ്ങൾക്കും പേരിടും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വീണുപോയ മനുഷ്യരിൽ ദൈവം ന്യായാധിപന്മാർ മുഖാന്തരം ദൈവം ഭൂമിയെ വാഴുവാൻ ശ്രമിച്ചു. തുടർന്ന് ദൈവത്തെ അനുസരിക്കുന്ന രാജാക്കന്മാർ മുഖാന്തരം ദൈവം ഭൂമിയെ വാഴുവാൻ ശ്രമിച്ചു. പല കോട്ടങ്ങളും ഉണ്ടായിരുന്നു അതിൽ. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോ, യേശുക്രിസ്തു ആയിരുന്ന മണ്ഡലങ്ങളിൽ ദൈവരാജ്യം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയെ വാഴുവാൻ നോക്കി. ഇതുപോലെയാണ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ദൈവാത്മാവാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു സ്പഷ്ടം. യേശു വ്യക്തതയോടെ പറഞ്ഞു, പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. അതാണ് ദൈവരാജ്യം. ഒരു ദൈവപുത്രൻ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ദൈവരാജ്യമാണ്. ഏത് ദൈവപുത്രൻ? ദൈവത്തെ അനുസരിക്കുന്ന, ദൈവാത്മാവാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾ എവിടെ ഉണ്ടെങ്കിൽ. തുടർന്ന് യേശുക്രിസ്തു കാര്യങ്ങളെ ഒരുക്കി 1000 വർഷം ഭരണകാലത്ത് ഈ ഭൂമിയെ വാഴും. അതും യഹോവയാം ദൈവം ക്രിസ്തുയേശുവിലൂടെ ഈ ഭൂമിയെ മുഖാന്തര ഭരണം നടത്തുകയാണ്. എന്നാൽ 1000 വർഷ ഭരണത്തിന്റെ ഒടുവിൽ, ഇത്രയും നാളും സ്വർഗത്തിൽ ജീവിച്ച സ്വർഗസ്ഥനായ പിതാവ് 1000 വർഷത്തിന്റെ ഒടുവിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വരും. നമുക്ക് ട്രാൻസ്ലേഷന് ശേഷം
അത് പറയാം, അല്ലെങ്കിൽ പലരും മിസ്സായി. So, dear brothers, let me repeat the verse. And the Lord will be king over all the earth. In that day, the Lord will be the only one, and His name the only one. So you can see some of you may be having a question that why does it say that in that day the Lord will be the only one and His name the only one? Isn't the Lord only one even now? The question to that, the answer to that is that God is the owner of the entire universe. God is the owner of this world as well, and God gave the responsibility to rule this world over to man. But Satan deceived man. He defeated man, and he has been ruling this world through this fallen man. But at the same time, there are some people among these men who are obedient to God, and God has been using them as means to rule this world. So you can see these men become means for God to rule this world, means and intermediaries for God to rule this world. And that's how it has, from the beginning, in the Old Testament, we can see many such cases. And for example, we see the example of Adam, where God, after creating this world, he ruled this world through Adam, where you can see Adam was the one who was given the responsibility to name the animals. God did not directly name the animals, so God was ruling this world with Adam as the means. Again, during the times of judges, we see that God raised up many judges who listened to him, who were obedient to him, and God ruled this world through these judges as his means and intermediaries. Post the judges, we have the kings who are obedient to God, and eventually even we have our Lord Jesus himself when he was in this world. Wherever he was in this world, at that point, at that places, the kingdom of God had come. As Lord Jesus himself says that if by the Holy Spirit I cast out demons, then that means the kingdom of God has come among you. So you can see that wherever Jesus was there, the kingdom of God had come. And you can see when Jesus was in this world, again God was ruling this world through Jesus as the means or intermediary. And we see that happen again in the 1,000-year rule. When Jesus will rule in this world, he will prepare everything in this world, and at that point again God the Father will, that is Jehovah God, will rule this world through Jesus as the means and intermediary. But after that, after the 1,000 year is over, the Jehovah God will come directly into this world. And at that point of and this verse is for at that point of time, and it says the Lord shall be king over all the earth. In that day there shall be one Lord and his name one. പ്രിയ സഹോദരങ്ങളെ, ഇതില് നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഏതെന്നിലെ ആദത്തോടു കൂടിയുള്ള ആ ജീവിതം, അത് നമുക്ക് ഭാവിയിൽ വരുന്ന ജീവിതത്തിന്റെ ഒരു നിഴലാണ്. എന്നാൽ ആദം പാപം ചെയ്ത് ദൈവസന്നിധിയിൽ തള്ളപ്പെട്ട് കഴിഞ്ഞ ശേഷം ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ പാപത്തോട് അറ്റാച്ച് ചെയ്യപ്പെടാതെ ഈ ഭൂമിയിൽ മുഖാന്തരങ്ങളിലൂടെ ദൈവം വാഴുകയായിരുന്നു. ഇവൻ 1000 വർഷ ഭരണ സമയത്തും സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രൻ മുഖാന്തരം വാഴുകയാണ്. തുടർന്ന് ആ പുത്രൻ 1000 വർഷം ഭരണ സമയത്ത്, അതിനു മുമ്പും തന്റെ അപ്പൻ ഭൂമിയിലേക്ക് വരുവാൻ പാപരഹിതമായ ഒരു അന്തരീക്ഷം, വിശുദ്ധിയുടെ ഒരു അന്തരീക്ഷം, ലിസൺ കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക, വിശുദ്ധിയുടെ ഒരു അന്തരീക്ഷം പുത്രൻ ഒരുക്കുകയാണ്. പുത്രൻ ആത്മാവിലൂടെ നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഭൂമിയിൽ നിന്ന് എല്ലാ ദുഷ്ടന്മാരെയും മാറ്റി ഭൂമി ശുദ്ധീകരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു. എല്ലാം ശുദ്ധീകരിക്കപ്പെട്ട ശേഷം ഇതാ പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതെന്താണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോട് കൂടാരമാകും. ആ സമയത്ത് പുത്രൻ ഈ കിങ്ഡം നമ്മളെ മുഴുവനായി, ഭൂമിയുടെ ഭരണം മുഴുവനായി പിതാവിനെ ഏൽപ്പിക്കും. അന്ന് പിതാവ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.
സ്വർഗസ്ഥനായ പിതാവ് എന്ന് ഇതുവരെ അറിയപ്പെട്ട സ്വർഗത്തിൽ വസിച്ചിരുന്ന പിതാവ് ഇതാ ദൈവം മനുഷ്യരോടുകൂടെ കൂടാരമാകും. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും. അവൻ മനുഷ്യരോടുകൂടെ പാർക്കും. മനുഷ്യരുടെ കണ്ണുനീരെല്ലാം ഒപ്പം. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖമുണ്ടാകുകയില്ല, മുറവിളി ഉണ്ടാകുകയില്ല. യഹോവ സർവഭൂമിക്കും രാജാവ്. ഡയറക്ട് ട്രെയിൻ, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും. ഡയറക്ട് ട്രെയിൻ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ പ്രസംഗിച്ച, യേശു ക്രിസ്തു പ്രസംഗിച്ച, നമ്മളോട് പ്രസംഗിക്കാൻ കൽപ്പിച്ച സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം ഭൂമിയെ വാഴാനുള്ള കാലം സമീപിച്ചു. മനുഷ്യ, നീ മാനസാന്തരപ്പെട്ടാൽ ഈ കിങ്ഡത്തിൽ നിനക്കും കടക്കാം. നിനക്കും ദൈവത്തിന്റെ മക്കളായി കടക്കാം. സന്ദേശം ഒന്നേ ഉള്ളൂ. സുവിശേഷം ഒന്നേ ഉള്ളൂ. ദൈവത്തോടു കൂടിയുള്ള ജീവിതമാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. പക്ഷെ ശുദ്ധീകരണം കൂടാതെ ആരും അവിടെ എത്തുകയുമില്ല. So, dear brothers, when our Lord Jesus was, as you know, God the Father, as we have just explained, God the Father ruled this world in the past history using intermediaries and using means, and He has tried to do that so that God will not get affected will not interact with sin. And when our Lord Jesus was in this world, when our Lord Jesus will rule for 1,000 years in this world, and even before that, he is endeavoring, he has been endeavoring, and he is endeavoring to make sure that to prepare the world, to purify the world for God the Father. And he does that by first purifying us of our sins, and through the Holy Spirit helping us, teaching us to lead a pure life. And what Lord Jesus does is that he will purify everything and prepare everything during his 100-year reign. He will drive away the evil one, remove the evil people from this world, and prepare a world for God the Father to come and rule directly. And that is what we see in Revelation 21, where God says, "Behold, the dwelling of God is with man, and he will dwell with them. He will wipe out their tears. There will not be any death. There will not be any mourning or crying or pain." So you can see that this is what God has been preparing from the beginning, and our Lord Jesus has been preparing. This is the one true gospel. Our Lord Jesus said that, "May your kingdom come," and that means our Lord Jesus is preparing for God the Father to come directly and rule in this world. And He wants all of us to purify ourselves, to sanctify ourselves, so that we can also live in that world. Because without sanctification, without purification, we will not be able to enter the kingdom, enter the New Jerusalem. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ കാര്യം അറിയാമോ? യേശു ക്രിസ്തു ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം കിങ്ഡം പിതാവായ ദൈവത്തെ ഏൽപ്പിച്ച് തന്റെ പണി പൂർത്തിയാക്കി ആ പിതാവിനെ കീഴടങ്ങിയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? അറിയില്ലെങ്കിൽ ഇന്ന് അറിഞ്ഞോളണം. ഒരു വേർഡ് അതിനെ കൺഫേം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലൊന്ന് പറയാമോ? അതിനെ കൺഫേം ചെയ്യുന്നത് ചുമ്മാ ചിന്തിച്ചാൽ പോരാ, അതിനെ കൺഫേം ചെയ്തൊരു വേർഡ് പറയാമോ? അറിയാവുന്ന സ്ക്രീന് ഷെയർ ചെയ്യാം പെട്ടെന്ന്. നിങ്ങളിത് അറിയുന്നില്ലെങ്കിൽ നിങ്ങളെ തെറ്റിച്ച് കളയും. യേശുക്രിസ്തു തന്റെ പണി പൂർത്തിയാക്കി കിങ്ഡം പിതാവിനെ ഏൽപ്പിക്കും. ഈ വചനങ്ങൾ ഓർക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണ് അല്ലെ? ഓക്കെ, ഞാൻ തന്നെ നിങ്ങളെ കാണിക്കാം. നിങ്ങളുടെ ബൈബിൾ എടുക്കുക. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 24-ാം വാക്യം. അവിടെ പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ ഡ്യൂട്ടി, ഏൽപ്പിക്കപ്പെട്ട പ്രസന്റ് ഡ്യൂട്ടി അവിടെ തീരുകയാണ്. അതായത് 24 മുതൽ വായിക്കുമ്പോൾ
നമുക്ക് അവിടെ കാണാം. വ്യക്തതയോടെ ഇനിയും മറക്കരുത്. എന്നും കളി കാണുന്ന ഫുട്ബോൾ കളിക്കളത്തിലെ കളിക്കാരെ പോലെ ഇരിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ആ സമയം വരെ യേശു വാഴണം. അത് കഴിഞ്ഞാലോ അപ്പൻ ഭൂമിയിലേക്ക് വരും, ഭരണം അപ്പന്റെ കയ്യിലേൽപ്പിക്കണം. ഹല്ലേലൂയ. അപ്പൊ മോൻ എന്ത് ചെയ്യും? മോന് പലർക്കും ചിന്തയാ, മോൻ എന്ത് ചെയ്യും? മോൻ അപ്പന് കീഴടങ്ങിയിരിക്കും. പണ്ട് എങ്ങനെയായിരുന്നോ അതേപോലെ അപ്പന് കീഴടങ്ങിയിരിക്കും. ഇത് പറയുമ്പോ പലർക്കും വിഷമം തോന്നും, സങ്കടം തോന്നും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിശുദ്ധ ബൈബിൾ എന്ത് പറഞ്ഞു അതിനാണ് ആമേൻ. ഓക്കെ, 15:24 ഒന്ന് വായിച്ചോട്ടെ. പിന്നെ അവസാനം അന്ന് ക്രിസ്തു എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. കേട്ടോ, മനസ്സിലാക്കുക. പിന്നെ അവസാനം തീർന്നു. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് ശക്തിക്ക് നീക്കം വരുത്തിയിട്ട്, അതായത് ലോക ഭരണം മുഴുവൻ നീങ്ങും, എല്ലാ പൈശാചിക അധികാരങ്ങളും നീങ്ങും. അതെല്ലാം നീക്കം വരുത്തിയിട്ട് രാജ്യം, കിങ്ഡം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. എന്തിയെ ഏൽപ്പിക്കുന്നേ? തന്റെ ഡ്യൂട്ടി തീർന്നു. മാനവകുലത്തെ കുറിച്ച് തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി തീർന്നു. അതുകൊണ്ടാണ് ഏൽപ്പിക്കണേ. കാരണം പിതാവിനാൽ നിയമിതനായി ഈ ഡ്യൂട്ടിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിന്റെ മകനാണ് ക്രിസ്തു. ഏൽപ്പിക്കപ്പെട്ടത് എടുത്തുകൊണ്ട് ഓടുന്നതല്ല നമ്മളിൽ പലരെയും പോലെയും. ഏൽപ്പിച്ചത് വ്യക്തമായി ചെയ്ത് അപ്പന് തിരിച്ചേൽപ്പിക്കുന്ന മകനായിട്ടാണ് നമ്മൾ അവിടെ ഈ ക്രിസ്തുവിനെ അവിടെ കാണുന്നത്. അവിടെ അടുത്ത വചനം എഴുതിയിരിക്കുന്നു, വായിച്ചേ. ക്രിസ്തു സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ആ വാഴ്ചയുടെ അതിർത്തി കണ്ടോ? എവിടം വരെ അതിർത്തി? സകല ശത്രുക്കളെയെ കാൽ കീഴാക്കുവോളം. ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ till the word till he has put all his enemies under his feet. അതുവരെ ക്രിസ്തു വാഴണം. അത് കഴിഞ്ഞാൽ ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിക്കഴിഞ്ഞാൽ കിങ്ഡം പിതാവിനെ കേൾപ്പിച്ചിട്ട് പുത്രൻ ആ പിതാവിനെ കീഴടങ്ങിയിരിക്കണം. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ഡ്യൂട്ടി. ഹല്ലേലൂയ. വ്യക്തമായിട്ട് തിരിച്ചറിയുക. ശേഷം Dear brothers, how many of you know that the task or duty that our Lord Jesus is trying to accomplish in this world is to rule this world as a means of preparing this world for God the Father to directly rule. Jesus is preparing this world. Jesus' rule is a means of preparing this world so that God the Father can directly rule this world. And once he has prepared this world, he will hand over the kingdom to God the Father and continue to live in submission to God the Father. How many of you know this, and how many of you know the verses that support this? So the verse that support this is 1 Corinthians chapter 15 verse 24 onwards. And here it says that then comes the end when he hands over the kingdom to God and Father, when he abolished all rule and all authority and power. So you can see that our Lord Jesus rules first, and during that rule he abolishes all rule and all authority and power. That is all the satanic rules and all the evil authorities. He will abolish that, and then he hands over the kingdom to God the Father. And so we can see that this is the end that is being shown here, and this is the duty that our Lord Jesus Christ is trying to accomplish. Many of you may not agree with that, may not like this, but this is the duty our Lord Jesus Christ is trying to accomplish, and that is because our Lord Jesus Christ is a dutiful son who unlike many will not run away with what has been given to him. Instead, he fulfills the duty for the whatever has been given to him and gives it back to God the Father. And we can see that in verse 25 it says, for he must reign until he put all his enemies under his feet. So you can see the limit of Jesus' reign over here. Jesus will reign till he has put all Jesus' enemies under his feet. So you can see we can see the limit, because there is an until over there, which means once Jesus' enemies have been put under his feet,
then Jesus will hand over the kingdom back to God the Father. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോ നാം കാണേണ്ടത് ഈ ഒരു സമയം വരെ, അതായത് സ്വർഗസ്ഥ പിതാവിന്റെ കയ്യിലേക്ക് കിങ്ഡം തിരിച്ചേൽപ്പിക്കുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിന്റെ ഈ ശുശ്രൂഷയെ അംഗീകരിച്ചിരിക്കുക. അതാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പറയാണ്, സകലതും യഥാസ്ഥാനമാക്കുന്ന കാലം വരെ സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാവും. അപ്പോസ്തല പ്രവൃത്തി 3:20-21. നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ഈ മുഖാന്തര ഭരണം എപ്പോ വരെ പോകും? സകലതും യഥാസ്ഥാനമാകുന്ന കാലത്തോളം. ആരും മുഖാന്തരം അരുളി ചെയ്തു? ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെ യഥാസ്ഥാനമാകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടത് ആകുന്നു. ഈ മുഖാന്തര ഭരണത്തെ സ്വർഗം കൈക്കൊള്ളും. എപ്പോ വരെ? ഇതാ യേശു ക്രിസ്തു ഒടുക്കത്തെ ശത്രുവായ മരണത്തെയും നീക്കി, സകല വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം നീക്കി, അവസാനം ഇതാ കിങ്ഡം സ്വർഗസ്ഥ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് താൻ ആ ഭരണത്തിന്റെ കീഴിൽ ആ അപ്പന് കീഴ്പ്പെട്ടിരിക്കും. ഇത് ഉൽപ്പത്തി 3:15 തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയുടെ ഭാഗമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. പിശാചിന്റെ കിങ്ഡത്തെ സ്ത്രീയുടെ സന്തതിയായി ജഡികമായും ആത്മീകമായും കടന്നു വരുന്ന ക്രിസ്തുവിൽ നേടപ്പെട്ട മക്കളും തകർത്ത് കളയും. തുടർന്ന് ഭരണം പിതാവിന്റെ കയ്യിലേൽപ്പിക്കും. പിതാവിന് വേണ്ടി ഇതാ മക്കൾ ആ അവകാശം പിതാവിൽ നേറ്റെടുത്ത് ഭൂമിയെ വാഴും. So, dear brothers, we see that in this verse, we see that the rule of our Lord Jesus Christ has been ordained by God the Father till everything has been restored, and then our Lord Jesus will give it back to the Father. So we can see Jesus has been appointed to rule for this particular period of time, and we see another verse in support of that. We see that in Acts chapter 3 verse 20 onwards, where Jesus says, where it is said that and that he may send Jesus the Christ appointed for you, whom heaven must receive until the period of restoration of all things. So you can see that Jesus' rule is till the period of restoration of all things, about which God spoke by the mouth of his prophets from ancient time. So you can see that Jesus has been ordained to rule till the restoration of all things. And once that is done, Jesus will submit himself to, will return the kingdom to God the Father and submit himself to God the Father. And this is also what Jesus' duty that has been given to Jesus in Genesis chapter 3 verse 15. It says that, and the seed of the woman shall destroy the head of the serpent. So this is also a duty that has been that is given to Jesus at that point of time as well. And once this is done, Jesus will return the kingdom back to God the Father. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. അല്ല എങ്കിൽ ചുമ്മാ ഇത് നിങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ പറന്നു പോകുന്ന ഒരു പക്ഷി പോലെ അങ്ങ് പോകും. എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരെണ്ണത്തിന്റെ അകത്ത് കയറുന്നില്ല ഈ സംഭവം. ചുമ്മാ പക്ഷി കറന്നു പോകാൻ പോവുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വ്യക്തതയോടെ ഈ നോട്ട്സ്, നിങ്ങൾ ഈ വാക്യങ്ങൾ നോട്ട് ചെയ്യണം. അത് അങ്ങനെ തന്നെയോ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് ഇത് ഇരിക്കത്തില്ല. ഇത് ഇരിക്കില്ല.
ഇതിരിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. കാരണം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പിശാചിന് പേടിയാണ്. അത് നടപ്പിലാകേണ്ട നിങ്ങളിലൂടെയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണം. കാര്യത്തിലേക്ക് തിരിയട്ടെ. ഇവിടെ എഴുതിയിരിക്കുകയാണ് അപ്പോസ്തലപ്രവൃത്തി 3:20 നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തു യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ വേദനോ? ക്രിസ്തു യേശുവിനെ സ്വർഗസ്ഥ പിതാവ് അപ്പോയിന്റ് ചെയ്തതാണെന്ന് നമുക്ക് വേണ്ടി. യേശുവിൽ വായിക്കാം. And that he may send the Christ. Send the Christ who has been appointed for you. Appointed for Ajita, appointed for Alex, appointed for Jomi. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നമ്മുടെ അപ്പൻ അപ്പോയിന്റ് ചെയ്ത ആളാണ് ക്രിസ്തു. ഹല്ലേലൂയ. ആരായി അപ്പോയിന്റ് ചെയ്തു? ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് യേശുവായി വരാൻ അപ്പോയിന്റ് ചെയ്തു. ഹല്ലേലൂയ. യേശുവായി വരാൻ അപ്പോയിന്റ് ചെയ്തു. അതല്ലാണ്ട് എഴുതി വെച്ചേ നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും. അപ്പൊ യേശു ആരാണ് യഥാർത്ഥത്തില്? ഈ തച്ചന്റെ മകൻ ആരാണ് യഥാർത്ഥത്തില്? ക്രിസ്തുവാണ്, ദൈവപുത്രനാണ്, സർവപ്രപഞ്ചം സൃഷ്ടിച്ച മുഖാന്തരമാണ്, അപ്പന്റെ കീഴിലുള്ള മകനാണ്. ഈ മകനെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തു അപ്പൻ. എല്ലാം തിരിച്ചറിഞ്ഞ പ്രാർത്ഥിക്കുക മക്കളെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ എന്റെ തലയിലേക്ക് ഇതെല്ലാം കയറണ്ടേ. അല്ലെങ്കിൽ എന്നാളും എന്റെ മക്കളെ നിങ്ങളെ ഇട്ട് ഈ പിശാച് ഓരോ ഉപദേശം കൊണ്ട് തട്ടി 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 നങ്ങി നിങ്ങൾ ഒരിക്കലും നിശ്ചയം പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ. എപ്പോഴാണ് അപ്പോയിന്റ് ചെയ്തത്? ലോകസ്ഥാപനത്തിന് മുമ്പേ അപ്പോയിന്റ് ചെയ്തതാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് പക്ഷെ ആ അപ്പോയിന്റ്മെന്റിന്റെ ഓർഡർ റിലീസ് ആകുന്നത് ഉൽപ്പത്തി 3:15 ഉൽപ്പത്തി 3:15 അത്യുന്നതനായ ദൈവം പിശാചിനോട്, സർപ്പത്തോട് പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും, പിശാചിന്റെ കിങ്ഡത്തെ തകർക്കും. അപ്പോയിന്റ്മെന്റ് ഓർഡർ റിലീസ്ഡായി. അപ്പോയിന്റ്മെന്റ് ഓർഡർ റിലീസ്ഡായി. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യേശുക്രിസ്തു ഭൂമിയിൽ വരുന്ന 1000 വർഷം മുമ്പ് സങ്കീർത്തനക്കാരൻ പറയാണ്, പിതാവ് പുത്രനോട് കൽപ്പിച്ചു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി തരുന്നത് വരെ നീ എന്റെ വലതു ഭാഗത്തിരിക്കെ. ഭൂമിയിൽ വന്ന ശേഷമല്ല. ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ റിലീസ് ചെയ്തപ്പോ അതിന് ഒപ്പത്തിനൊപ്പം പുത്രനോട് കൽപ്പിച്ചു, ഈ പിശാചിന്റെ കിങ്ഡത്തെ ഞാൻ നിനക്ക് നീക്കിത്തരാം. നീയാണ് അവിടെ വാഴേണ്ടത്, പക്ഷെ വാഴുന്നത് പിശാചാണ്. അത് ഞാൻ നീക്കിത്തരാം. അതുവരെ നീ എന്റെ വലതു ഭാഗത്തിരിക്കുക. ഇന്നും അനുസരണയോടെ പുത്രൻ വലതു ഭാഗത്തിരിക്കുക. ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്ക്, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച്. Dear brothers, please try to remain prayerfully. Try to listen to this prayerfully, so that you will be able to understand the mysteries of the kingdom of God. Remember that Satan is always trying to block people from understanding the mysteries of the kingdom of God. So please remain prayerfully. And we can see in Acts chapter 3 verse 20, where it says that he may send Jesus, the Christ appointed for you. So you can see that Jesus is the Christ appointed for you. Jesus was appointed for each of us individually. And one more thing, who was Jesus? Jesus is the Christ. Jesus, before he came into this world, Jesus was the Christ, and Jesus was the Christ, the Son of God, and God appointed this Christ, the Son of God, to come into this world as Jesus. And when did he appoint Jesus to do that? God appointed Jesus to do that from before the foundation of this world itself. Although he was appointed from before the foundation of this world,
the order from God to go and do what he was appointed for. That order Jesus received in Genesis chapter 3 verse 15, where God said to Satan that the seed of the woman shall destroy your head. The seed of the woman here is Jesus, and Jesus will destroy Satan's head. So again, we see in Psalms 110 verse 1, again it says that sit at my right hand until I make your enemies a footstool for your feet. So this is God the Father telling to our Lord Jesus at the point when he was appointed to sit at God's right hand till his enemies are made footstool for Jesus' feet. So remember, dear brothers, remain prayerfully and try to understand our Lord Jesus was appointed. Our Lord Jesus, that is the Christ, the Son of God, through whom God created the whole world, that who was the means for God to create the entire creation. That Christ was appointed by God before the foundation of this world. So for us, for each of us. പ്രിയ സഹോദരങ്ങളെ, 33:15 ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇനി 110 സങ്കീർത്തനം 1-ാം വാക്യം വായിച്ച്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കാം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ സ്വർഗസ്ഥ പിതാവ് നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള തന്റെ പുത്രനായ ക്രിസ്തുവോടാണ് ഈ പറയുന്നത്. അപ്പോ ഇതെല്ലാം ഗോഡ്സ് ഫാമിലിയിലെ ടോക്കാണ്. ഇത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഇനി നമ്മളുടെ ടൈറ്റിലേക്ക് മടങ്ങി വരാൻ പോവാ. നമ്മൾ അവസാനം എത്തിച്ചേരേണ്ടത് എവിടെയാ നിങ്ങൾക്കറിയോ? ഈ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കല. സ്വർഗസ്ഥ പിതാവോടുകൂടി നമ്മൾ ജീവിക്കാൻ എല്ലാം ദൈവവചന വാക്യങ്ങളിലൂടെ നമുക്ക് ഉറപ്പിക്കാം. 1 തെസ്സലോനിക്കർ 9 മുതൽ 10 വരെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മളെ നിയമിച്ചത് കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെടാനാണ് നിയമിച്ചത്. അപ്പൊ ദൈവത്തോടുകൂടെ ജീവിക്കണം. പറഞ്ഞേ, ഞാൻ ദൈവത്തോടുകൂടെ ജീവിക്കണം. അതിനാ എന്നെ വിളിച്ചേക്കണേ. പറഞ്ഞേ. ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയാൻ, ആരും മിണ്ടണമില്ല. ഓക്കെ, ഞാൻ ദൈവത്തോടുകൂടെ ജീവിക്കണം, അതിനാ എന്നെ വിളിച്ചേക്കണേ എന്ന് പറഞ്ഞേ. ഞാൻ ദൈവത്തോടുകൂടെ ജീവിക്കണം, അതിനാ എന്നെ വിളിച്ചേക്കണേ. ഇനിയും ദൈവത്തിന്റെ വചനം യോഹന്നാൻ 14:6 യേശുക്രിസ്തു പറയാ, ഞാൻ തന്നെ വഴി സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ പിതാവിന്റെ അടുക്കെത്താൻ നിയമിച്ചേക്കണ ആ ഒറ്റ മാർഗം ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, എഫേസ്യർ 2:18 പറയുന്നു, അങ്ങനെ ക്രിസ്തു മുഖാന്തരം നമുക്ക് ഏക ആത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ നമ്മൾ അവസാനം എത്തിച്ചേരേണ്ടത് ഈ പിതാവിന്റെ അടുക്കലാണ്. ഹല്ലേലൂയ. ഈ പിതാവിന്റെ അടുക്കലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ട്രാൻസ്ലേഷൻ ശേഷം ബാക്കി. So dear brothers, let me read the verses that we just discussed. One is Genesis chapter 3 verse 15. And I will put enmity between you and the woman, and between your seed and her seed. He shall bruise you on the head, and you shall bruise him on the heel. Again, let me read Psalms 110:1. The Lord says to my Lord, sit at my right hand until I make your enemies a footstool for your feet. So we can see that the Son of God, the Christ, was appointed from before the foundation of this world for us in order to save us. And what is the purpose of the Son of God? That is our Lord Jesus. And what does God intends from us? What God intends from us is so that we will be able to live with God in eternity. And we see that in 1 Thessalonians chapter 5 verse 9 and 10. For God has not destined us for wrath, but for obtaining salvation through our Lord Jesus Christ, who died for us, so that whether we are awake or asleep, we will live together with him. So you can see that our Lord Jesus, God wants us to, so that we can live with him
after obtaining salvation through our Lord Jesus Christ. And again, we see that in John chapter 14, verse 14, where our Lord Jesus says that I am the way, the truth, and the life, and no one comes to the Father but through me. So again, we can see that our Lord Jesus is the way for us to reach the Father, so that we can live with God the Father. And again, we see that in Ephesians chapter 2, where again it said that it is through Jesus, through the Holy Spirit, God has ordained us to attain salvation. This is Ephesians chapter 2, verse. Pastor, can you repeat the verse number? 18. 1:8. 1:8. For through whom we both have our access in one Spirit to the Father. So we are supposed to reach the Father through Lord Jesus by having access in the Holy Spirit. മക്കളെ, ഇവിടെ ആ ടൈറ്റിലേക്ക് കയറി വരാൻ പോകും. ശ്രദ്ധിച്ചു കേട്ടോളാം, എനിക്ക് മനസ്സിലാകത്തില്ല. ശ്രദ്ധിച്ചു കേട്ടോളാം. AI വെല്ലുന്ന മിടുക്കം പിശാച്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ എത്തിച്ചേരേണ്ടത് എവിടെയാ അവസാനം? ഒന്ന് പറഞ്ഞേ, അടുത്തേക്കണ പിശാചെങ്കിലൊന്ന് കേക്കട്ടെ. പിശാചി കേക്കട്ടെ എന്ന് വെച്ചപ്പോ പറയും അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചേ. അങ്ങനെയെങ്കിൽ പിശാചിന്റെ ആഗ്രഹം എന്തായിരിക്കും? നമ്മൾ എത്തിച്ചേരേണ്ടത് പിതാവിന്റെ അടുക്കലാണെങ്കിൽ പിശാചിന്റെ ആഗ്രഹം എന്തായിരിക്കും? ആ പിതാവിനെ നമ്മളെ അങ്ങ് മറിച്ച് കളയാം, അല്ലേ? ഇതല്ലേ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കണേ? എന്റെ മക്കളെ, ഇതല്ലേ ലോകത്ത് നടന്നുകൊണ്ടിരിക്കണേ? ഇതല്ലേ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നടക്കണേ? ഇതല്ലേ ഇന്ന് ലോകത്ത് നടക്കണേ? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇതാണ് മിടുക്കം പിശാച് എന്ന് പറയുന്നേ. പഴയ ഉടമ്പടിയെ മുഴുവൻ അവൻ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് മറച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? അറിയാവുന്നവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാട്ട. നമ്മൾ അവസാനം എത്തിച്ചേർന്ന പിതാവിന്റെ അടുക്കലാണ്. അപ്പൊ ശരിക്കും പിശാചിനെ എന്തിനാ വർക്ക് ചെയ്യാൻ പോണെ? ഈ പിതാവിന്റെ അടുക്കൽ നമ്മൾ എത്തരുത്, ആ പിതാവിനെ അങ്ങ് മറച്ചു കളയണം. പഴയ ഉടമ്പടി മുഴുവൻ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ നമ്മളുടെ അപ്പനുമായിട്ട് മറച്ചത് നമ്മളെ പാപത്തിൽ വീഴ്ത്തിയിട്ടാ. പാപത്തിൽ. മനസ്സിലായ? ഇതാണ് യേശയ 59:2 പറയുന്നത്. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ മറയ്ക്കുമാറാക്കിയാൽ നിങ്ങളുടെ ജാതിയോ നിറമോ കളറോ പണമോ ഒന്നുമല്ല, നിങ്ങളുടെ പാപങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ മറയ്ക്കുമാറാക്കിയത്. പിശാച് നമ്മളെ പാപത്തിൽ കൊണ്ട് തള്ളിയിട്ടു. പുതിയ ഉടമ്പടിയിൽ നമ്മളെയും നമ്മളുടെ ദൈവത്തെയും തമ്മിൽ മറയ്ക്കുവാൻ, അതായത് ഭക്തന്മാരുടെ ഇടയിൽ മറയ്ക്കുവാൻ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ മറയ്ക്കുവാൻ പിശാച് എന്താ ഉപയോഗിക്കണമെന്ന് അറിയോ മക്കളെ? ദൈവപുത്രനായ ക്രിസ്തുവിനെ കൊണ്ട് അങ്ങ് നിർത്തിയിട്ട് പിതാവിനെ അങ്ങ് മറച്ചു കളയാം. പഴയ ഉടമ്പടിയിൽ അവൻ മനുഷ്യരുടെ പാപത്തിൽ വീഴ്ച പാപം കൊണ്ട് മറച്ചു. പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ലോകമക്കളുടെ ലോകം വിട്ടു മറച്ചു. പക്ഷെ ദൈവമക്കളായി നിൽക്കുന്ന ദൈവമക്കളുടെ ലോകം മാത്രമല്ല, ക്രിസ്തുവിനെ അങ്ങ് കൊണ്ടുവന്നിട്ട് ക്രിസ്തുവിനെ കൊണ്ട് പിതാവിനെ അങ്ങ് മറച്ചു. അതിന്റെ തെളിവാണ് ഇന്ന് പാഠപുസ്തകത്തിൽ നിന്ന് പിതാവിന്റെ വാക്കുകൾ അപ്രത്യക്ഷമായതും ക്രിസ്ത്യൻ ഗ്രീറ്റിംഗ്സിൽ നിന്ന് പിതാവിന്റെ ഗ്രീറ്റിംഗ്സ് അപ്രത്യക്ഷമായതും പള്ളിപ്പാട്ടുകളിൽ പിതാവിന്റെ പാട്ടുകൾ അപ്രത്യക്ഷമായതും സ്വർഗസ്ഥനായ പിതാവേ എന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്തതും
ഒക്കെ ഇതിന്റെ ഭാഗമാണ്. പിശാച് വെല്ലുന്ന മിടുക്കം പിശാച്. Go ahead, brother. So, dear brothers, let us come back to the original topic, that is Satan, who is more intelligent than AI. So let us discuss this first. So we just discuss what is God's ordained purpose for all of us. God's ordained purpose for all of us is to go reach God the Father and live with Him. So if that is what God wants of us, what do you think will Satan try to do? Naturally, what Satan will try to do is block us from reaching God the Father. And if we look at a lot of people in the Christendom right now, Satan has succeeded in doing that. How did he succeed in doing that? He used two methods. During the time of the Old Testament, the method that Satan used to block men from accessing God the Father, from reaching God the Father, is by making man fall into sin. And this is we see in the book of Isaiah, where God says that, isn't it your sins that is preventing you from reaching me? So again, we see that this is a tactic that Satan has adopted, where he makes man fall into sin and thereby prevent him from accessing or reaching God the Father. But what about in New Testament times? In New Testament times, for the children of this world, Satan used the same method by using the world to block the children of this world from reaching God the Father. But what about the children of God? Here, Satan used a clever tactic where Satan used our Lord Jesus Christ himself as a means to block the children of God from reaching God the Father. And the proof of that we can see in our hymn books, where we see that only from out of a massive number of them, only a very small proportion, like 70 out of 2,000 books or hymns in the hymn books are only those much hymns are about God the Father. We see that God the Father is thereby disappearing from the hymn books. God the Father has disappeared from our regular everyday greetings, whereas in the epistles the greetings are both in the names of both God the Father and our Lord Jesus Christ. But nowadays, in most Christian greetings, the greetings are only about our Lord Jesus Christ. So you can see that Satan is more intelligent than even AI. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പെട്ടെന്ന് പോയാൽ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടുന്നില്ല. ആ വാക്യം ഒന്ന് വായിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:2. പിശാചിന്റെ വായിച്ചോളൂ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടോ? സ്ക്രീൻ നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് പലർക്കും വായിക്കാൻ ബൈബിൾ ഇല്ലല്ലോ, അതുകൊണ്ട് സ്ക്രീനിൽ കൊണ്ടുവന്ന് തരാം. നിങ്ങൾക്ക് ബൈബിൾ ഉള്ളവർ അതിൽ അണ്ടർലൈൻ ചെയ്യണേ. ഇവിടെ എന്തുവാ ചെയ്യണ പിശാച്? ദൈവത്തെയും നമ്മളെയും തമ്മിൽ മറയ്ക്കുകയാണ്. ഇനി കണ്ടോ? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെയും ദൈവത്തെയും തമ്മിൽ മറയ്ക്കുകയാണ്. ഇതാണ് പിശാച് ചെയ്യുന്നത്. കാരണം നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യത്തെ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നു. ഇനി ഇത് തന്നെയാണ് പുതിയ ഉടമ്പടി നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രാൻസ്ലേഷൻ ശേഷം നമുക്ക് ചിന്തിക്കാം. Dear brothers, let us look at the biblical verse in support for that. This is Isaiah chapter 59 verse 2. Let me read it. But your iniquities have made a separation between you and your God, and your sins have hidden his face from you so that he does not hear. So you can see that this shows the tactics that Satan has used in the Old Testament days, as well as for the children of this world in the New Testament days, where using sin, he is separating people from God. ഇതാ 2 Corinthians 4:4 പിശാച് ചെയ്യുന്ന പരിപാടിയോട് എഴുതിയിട്ടുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, അതാണ് ക്രിസ്തു 3 വർഷം പ്രസംഗിച്ചത്. ആ സുവിശേഷമാണ് തന്റെ പിതാവ് വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു.
യഹോവ അന്നാളിൽ സർവ്വഭൂമിക്കും രാജാവാകും. അത് സംഭവിക്കാൻ പോകുന്നു. മനുഷ്യ നീ മാനസാന്തരപ്പെട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ആ സന്ദേശം ശോഭിക്കാതിരുപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ മനസ്സ് കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി നിർത്തിയിരിക്കുക. ഇന്നും ക്രിസ്തുവിന്റെ സന്ദേശം 3 വർഷം പ്രസംഗിച്ചത് ക്രിസ്ത്യാനികൾക്ക് പോലും അറിയില്ല എന്താ സംഭവം എന്ന്. നിന്റെ അപ്പനോടുകൂടെ ജീവിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പ്രിയമകനെ പ്രിയമകളെ നിന്നെ ഒരുക്കുകയാണ് ക്രിസ്തുവിൽ. ഇത് തിരിച്ചറിയാതെ പോകരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ നീ അറിയാതെ ഇരിക്കരുത്. ക്രിസ്തുവിനെ തന്നത് സ്വർഗസ്ഥ പിതാവിനെ മറയ്ക്കാനല്ല, ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തത്, വ്യക്തമായിട്ട് പറയണം, അപ്പോയിന്റ് ചെയ്തത് നമ്മളെ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തിക്കാനാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാമോ വിശുദ്ധ ബൈബിളിൽ നിന്ന്? പകരം ഇന്നത്തെ നല്ലവർക്ക് ക്രിസ്തു ഈ ക്രിസ്തുവിനെ കൊണ്ട് സ്വർഗസ്ഥ പിതാവിനെ അങ്ങ് മറയ്ക്കുകയാണ്. രണ്ടും ചെയ്യുന്നത് ഒന്ന് തന്നെ. പഴയ ഉടമ്പടിയിൽ പിശാച് മനുഷ്യനെ പാപത്തിൽ തള്ളിയിട്ട് മനുഷ്യന്റെ പാപം കൊണ്ട് പിതാവിനെയും മനുഷ്യനെയും തമ്മിൽ മറച്ചു. എന്ന് ക്രിസ്തുവിനെ, അയക്കപ്പെട്ട അപ്പോയിന്റ് ചെയ്യപ്പെട്ട ക്രിസ്തുവിനെ ഇതാ സ്വർഗസ്ഥ പിതാവാണെന്നും പറഞ്ഞ് സ്വർഗസ്ഥ പിതാവിന്റെ ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നിട്ട് ആ ക്രിസ്തുവിനെ കൊണ്ട് തന്നെ പിതാവിനെ അങ്ങ് മറച്ചു. രണ്ടും പിശാചിന്റെ കളികളാണ്. മിടുക്കൻ പിശാച്, വെല്ലുന്ന പിശാചിന്റെ മിടുക്ക്. എന്നാൽ യഥാർത്ഥ ദൈവ മക്കളുടെ മിടുക്ക് അതിലും വലിയതാണ്. കാരണം അവർ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, യുടെ മുകളിൽ പ്രവർത്തിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ പിശാചിന്റെ ജ്ഞാനമല്ല, അതിലുപരി ദൈവം നമ്മളുടെ തേജസ്സനായി മുൻ നിയമിച്ചിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ടാ ദൈവത്തിന്റെ മക്കൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ മോനെ മോളെ, ഈ ആത്മാവിന്റെ സന്ദേശം കേട്ടെടുക്കാൻ പറ്റും, കേട്ടെടുത്തു. പിശാചിന്റെ തന്ത്രങ്ങളിൽ നീ വീഴില്ല. എപ്പോ നീ ഈ ദൈവിക ജ്ഞാനം, ദൈവം നിനക്ക് വേണ്ടി റിസർവ് ചെയ്ത ഈ ദൈവിക ജ്ഞാനത്തിൽ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ നീ വീഴും. Dear brothers, so let us look at the what Satan does does in the New Testament times, and this we see in 2 Corinthians chapter 4 verse 4 onwards. Let me read verse 3 and 4. And even if our gospel is veiled, it is veiled to those who are perishing, in whose case the God of this world has blinded the minds of the unbelieving, so that they might not see the light of the gospel of the glory of Christ, who is the image of God. So you can see that Satan is blinding the minds of the unbelieving so that they would not see the light of the gospel of the glory of Christ. This is the gospel that our Lord Jesus preached for 3 years, and Satan is trying to blind the minds of the people to this gospel. This gospel is very simply that God is preparing us through our Lord Jesus Christ to live with Him, and Satan is trying to blind the mind of this, blind even many believers from this. So you can see that in the Old Testament days, Satan used sin to bring a separation between man and God the Father, and in the New Testament days, Satan has cleverly used our Lord Jesus Himself as a means of separation, as a means of hiding God the Father, so that people don't pay attention to God the Father. And that's why the topic of today's message is Satan, who is more intelligent than AI. So you can see that Satan has done this very intelligently, and that's why Satan is more. The topic of today's message is Satan is more intelligent than even AI, which uses massive server farms to function. But Satan has done a very clever thing, even more cleverer than that. But dear brothers, if you walk according to the way God the Father intends for us, the children of God, to walk, then we will have a wisdom even beyond this, because AI uses the wisdom of this world to function, and Satan's wisdom, that is the wisdom of the rulers of this world, is above that. But us, the children of God, if we function according to God's will, we will have wisdom even above the wisdom of the rulers of this world. Praise God. Hallelujah.
കുഞ്ഞുങ്ങളെ, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക, പ്രാർത്ഥനയോട് കേൾക്കുക, ദൈവം നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കൊറിന്ത്യർ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 3 ലെവൽസ് ഓഫ് വിസ്ഡം കാണാം. അത് ഈ ലോകത്തിലെ AI ഉപയോഗിക്കുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന അതിന്റെ ഏറ്റവും ലോവറാണ്. ഓക്കെ, ഈ ലോകത്തിലെ ജ്ഞാനം. പിശാച് കൂട്ടർ ഉപയോഗിക്കുന്നത് ഇതാ ഈ ലോകത്തിന്റെ മുകളിൽ, ഭൂമിയുടെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന പിശാചിന്റെ ജ്ഞാനം, ഈ ലോകത്തിലെ പ്രമുഖന്മാരുടെ ജ്ഞാനം. എന്നാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടത് അതിനേക്കാൾ ഉയരത്തിലെ ജ്ഞാനത്തിനാണ്. ദൈവം നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്നതും മറ്റുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല, മറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തരും. ആ ജ്ഞാനത്തിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടത്. എങ്ങനെ? ബൈ ലോ ഓഫ് ദ സ്പിരിറ്റ്. അപ്പോ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ആ വചനം ഒന്ന് വായിച്ച് 6-7. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് ചിലരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാ. ഓക്കെ, ചോദ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് സ്ക്രീനിലെ വിൻഡോയിലേക്ക് വരാം. അല്ല, പേടിയുള്ളവർക്ക് വിൻഡോ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, സമയം എല്ലാവർക്കും തരികയാണ്. ക്ലോസ് ചെയ്യാനുള്ളവർക്ക് ക്ലോസ് ചെയ്യാനും ഓക്കെ, തുറന്നു വരാനുള്ളവർക്ക് തുറന്നു വരാനുള്ള സമയം തരികയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇത്രയും നേരം സംസാരിച്ചു. അപ്പൊ പിശാച് ഇപ്പോ നമ്മളെ പിതാവിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്, മറയ്ക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായവർ എത്ര പേരുണ്ട്? ഓക്കെ, ഇത്രയും പേർക്ക് മനസ്സിലായി. പിശാചിന്റെ ഉദ്ദേശം നമ്മുടെ ലക്ഷ്യമായ പിതാവിൽ നിന്ന് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുക, ലക്ഷ്യത്തിൽ നിന്ന് സെപ്പറേറ്റ്. ഇനി അതിനായി പിശാച് പഴയ ഉടമ്പടി സമയത്ത് എന്തുപയോഗിച്ചു? ഇപ്പോൾ പുതിയ ഉടമ്പടി സമയത്ത്, പഴയ ഉടമ്പടി സമയത്ത് ഉപയോഗിച്ചത് പുതിയ ഉടമ്പടി സമയത്ത് ഉപയോഗിക്കുന്നതിന് പിശാചിന് ബലഹീനതയുണ്ട്. അതുകൊണ്ട് പുതിയ ഉടമ്പടി സമയത്ത് എന്തുപയോഗിക്കുന്നു എന്ന് പറയാനുള്ള ഒരു അവസരമാണ്. ഇതാ ആദ്യം തന്നെ നമ്മുടെ എബ്രാഹിം അങ്കിൾ കയ്യിൽ വീണ്ടും വീണ്ടും പൊക്കുന്നുണ്ട്. എബ്രാഹിം അങ്കിളിന് ഒരു അവസരം കൊടുക്കുകയാണ്. പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. കേൾക്കുന്നില്ല? അൺമ്യൂട്ട് ആയില്ല. Father, we thank you. Unmute ആയില്ല. Father, we thank you. Yes. അൺമ്യൂട്ട് ആകുന്നില്ല. യെസ്, ജോബി ബ്രദർ കൈപൊക്കിയായിരുന്നല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ആ, ഓക്കെ. പഴയ ഉടമ്പടി സമയത്ത് പാപം മൂലമാണ് നമ്മളെ അകറ്റിയിരുന്നത്. എന്നാൽ പുതിയ ഉടമ്പടിയിൽ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, ദൈവരാജ്യ സുവിശേഷം അറിയിക്കാതെ യേശു ക്രിസ്തുവിനെ തന്നെ പിതാവാക്കി മാറ്റി നമ്മളെ മറയ്ക്കുന്നു എന്നുള്ളതാണ് ചിന്തയാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ അടുത്ത ആളോട് വേറൊരു ചോദ്യം. എന്തുകൊണ്ടാണ് പഴയ ഉടമ്പടി സമയത്തെ പാപം തന്നെ ഉപയോഗിക്കാത്തത്? അതിന്റെ കാരണം ആർക്കും പറയാം? എനിബഡി കൈവക്കാം. പാപം തന്നെ ഉപയോഗിക്കാത്തത്. യെസ്, അലക്സാണ്ടർ പേർ കൈവക്കിയിട്ടുണ്ട്. ഇതിന് മാത്രം ഉത്തരം പറയാൻ പാടുള്ളൂ. പാപം തന്നെ ഉപയോഗിക്കാത്തത്. അൺമ്യൂട്ട് ചെയ്ത് പറയണം. ചുമ്മാ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ ഇവിടെ കേൾക്കില്ല. മ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് പറയണം. പുതിയ നിയമത്തില് ദൈവം തന്റെ യാഗത്തിലൂടെ നമ്മളെ ദൈവ ആബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. നമ്മൾ ദൈവ മക്കളാണ് പുതിയ നിയമത്തില്. അപ്പം പാപത്തെ ദൈവം ആൻസർ പെട്ടെന്ന് വരണം. വേറെ ആർക്കെങ്കിലും പറയാം? എനിബഡി കൈപൊക്കിയാൽ പറയാം. ജോബി തന്നെ വീണ്ടും കൈപൊക്കിയിട്ടുണ്ട്, പറഞ്ഞാട്ടെ.
പുതിയ നിയമത്തിലേക്ക് നമ്മൾ ആത്മാവിന്റെ നിയമത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇനി ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ ആ പാപത്തിൽ വീഴില്ല, പാപം ചെയ്യുന്നില്ല. യേശു ക്രിസ്തുവിലൂടെ നമ്മളെ രക്ഷിച്ചെടുത്ത് ആത്മാവിന്റെ നിയമത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇനി ആത്മാവിന്റെ നിയമത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് പാപത്തിൽ വീഴാതെ സൂക്ഷിക്കാം. ശ്രദ്ധിക്കുക മക്കളെ, പുതിയ ഉടമ്പടി നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ ശ്രദ്ധിച്ചേക്കുക, പുതിയ ഉടമ്പടിയുടെ ഭാഗത്ത് പിശാചിന് പാപം കൊണ്ട് ഒരു കളി കളിക്കാൻ പറ്റത്തില്ല. കാരണം പാപത്തിന്റെ പരിഹാരമായി യേശുവിന്റെ രക്തമുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുവിന്റെ രക്തം നമുക്ക് പിതാവ് ശുദ്ധീകരിക്കണമെന്ന് പറയുന്ന സമയം തന്നെ പിശാചിന്റെ പിടിവള്ളി പൊട്ടി. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ഇപ്പോൾ ചെയ്യുന്ന ലോകം കൊണ്ട് മറയ്ക്കണം. അപ്പോൾ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അപ്പോയിന്റ് ചെയ്ത് നമ്മളെ അപ്പന്റെ അടുക്കൽ എത്തിക്കാൻ വേണ്ടിയാ. പകരം യേശുവിനെ കൊണ്ട് തന്നെ അങ്ങ് മറച്ചു. യേശു തന്നെയാണ് ഈ അപ്പൻ എന്നൊക്കെ വരുത്തി തീർത്ത് എങ്ങനെയെങ്കിലും ത്രിയേക ദൈവത്തെ ഉണ്ടാക്കി പുത്രനെ പിതാവിന്റെ ഒപ്പം കൊണ്ട് കയറ്റി പയ്യെ ആരും അറിയാതെ പിതാവിനെ അങ്ങ് മാറ്റി ആ പുത്രനെ മാത്രം അവിടെയൊക്കെ വെച്ചിരിക്കുന്ന പിശാചിന്റെ തന്ത്രം വലിച്ചു കീറണം. ഇനി നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊള്ളണം. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, പിശാചിന്റെ ഈ വാഴ്ചകളോട്, അധികാരങ്ങൾ, ഈ അന്ധകാര ലോകത്തിന്റെ ആധിപത്യ ശക്തികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ ആകരുത്. Go ahead, മോനെ. Dear brothers, let me begin by reading the biblical the verses in support for what we just discussed. This is 1 Corinthians chapter 2 verse 6 onwards. Yet we do not speak wisdom. Here what we see that there are 3 levels of wisdom. Yet we do not speak wisdom among those who are mature, a wisdom, however, not of this age. So this is the first level of wisdom, and as you can see, A is trained on the wisdom of this age. So A lives according to the wisdom of this age. Then it says a wisdom. Yet we do not speak among those who are among those who are mature. We do speak wisdom among those who are mature, a wisdom, however, not of this age, nor of the rulers of this age who are passing away. So this is the second kind of wisdom. First kind of wisdom is wisdom of this age. This is the wisdom of A, because A is trained on the wisdom of data of this age. The second is the wisdom of the rulers of this age. This is the wisdom of Satan and all, and his people, Satan and his authorities. And then there is a third level of wisdom. That is the wisdom that we, the children of God, speak. But we speak God's wisdom in a mystery. There is hidden wisdom which God predestined before the ages to our glory. The wisdom which none of the rulers of this age has understood. For if they had understood, they would not have crucified the Lord of glory. So, dear brothers, as children of God, when we are guided by the Holy Spirit, when we live by the law of the Spirit, then we will be guided by this wisdom of God, which is from the third level, which is even above the second level of wisdom of Satan and his people, Satan and his authorities. So, dear brothers, after this, Pastor did a small quiz among all the listeners about what was taught. So, the first question is, what does God wants from us? And so, God is preparing us so that we live with God. So that we live with God in eternity, and Satan is trying to block this. And Pastor asked, what are the 2 tactics that Satan is using to block this? In the Old Testament tactic as well as the New Testament tactic. In the Old Testament tactic, and the answer that our brothers gave was the Old Testament tactic. The Old Testament tactic that Satan used was use sin as a make man fall into sin, and use that sin as a way of separation between man and God. Then in the New Testament, Satan has many limitations while using this tactic. He can use this tactic only to the children of this world. So Pastor asked, what is the limit? Why can't Satan use this tactic alone in this in the New Testament age? And many brothers have answered, and Pastor has clarified that further, that is because the blood of our Lord Jesus Christ is there to redeem us, save us from all our sins. And when we fall into sins, we cry out to God, and the blood of our Lord Jesus Christ cleanses us. And by cleansing us, the Lord Jesus Christ tears apart all the bindings that Satan has on us through sin. And because of that, Satan can no longer use sin as the tactic, or sin alone as the tactic in the New Testament age, although he does use that for the children of the world even in this age.
So Satan has Pastor asked what is the new tactic he used, and the people have answered that the new tactic that Satan used is to use our Lord Jesus himself as a mislead the believers, to use our Lord Jesus himself as a separation between man and children of God and God the Father, because our Lord Jesus was appointed by God the Father to be a way so that the children of God may reach God the Father and live with him, so that Jesus can prepare them to live with God the Father. But Satan has cleverly deceived them by bringing doctrines like Trinity, wherein he has used our Lord Jesus himself as a way to replace God the Father and make people forget about God the Father. And we can see evidence of that in the various hymns and various greetings in this age. So, dear brothers, we should be aware of the tactics that Satan uses. ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ധാരാളം കാര്യങ്ങൾ മക്കളായി നമ്മൾ അറിയാനുണ്ട്. നമ്മളിതൊന്നും അറിയാതെ കൊണ്ട് പിശാചും അവന്റെ ആളുകളും നമ്മളെ പെട്ടെന്ന് വലയിൽ വീഴിക്കും. പ്രിയ മക്കളെ, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടത് ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലല്ല, ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനത്തിലല്ല. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടത് ദൈവം നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്ന മറിഞ്ഞിരിക്കുന്നതുമായ ആ ജ്ഞാനമാണ്. അതാണ് ദൈവം ജനിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. അല്ല, നമ്മൾ ഈ ലോകത്തിന്റെ ജ്ഞാനം ഉപയോഗിച്ച് ജയിക്കാൻ നോക്കിയാൽ നമ്മൾ ജയിക്കില്ല. അവസാനം പരാജയപ്പെടും, പിശാചിന്റെ തന്ത്രങ്ങളിൽ വീഴും. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടായിരിക്കുക പിശാചിന്റെ ഈ 2 തന്ത്രങ്ങൾ മനസ്സിലാക്കിയത്. പഴയ ഉടമ്പടിയിൽ നമ്മളെ ദൈവത്തിൽ നിന്ന് മറയ്ക്കുന്നു നമ്മുടെ പാപം കൊണ്ട്. പുതിയ ഉടമ്പടിയിൽ ഭക്തന്മാരുടെ കാര്യമാണ് പറയുന്നത്, നമ്മളെ ദൈവത്തിൽ നിന്ന് മറയ്ക്കുന്നു. സ്വർഗീയ പിതാവുമായി നമ്മളെ ഒന്നാക്കുവാൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ക്രിസ്തുവിനെ ഉപയോഗിച്ച് നമ്മളെ ദൈവത്തിൽ നിന്ന് മറയ്ക്കുന്നു. എന്നാൽ ഇന്ന് സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്നത് മറഞ്ഞിരിക്കുന്നതുമായ ജ്ഞാനം നിങ്ങൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പിശാചിന്റെ ഈ തന്ത്രങ്ങളെ വലിച്ചു കീറി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ ചോയ്സാണ്. അനുസരിച്ച് മുന്നോട്ടേക്ക് പോകണമോ അതോ ഇതിൽ വീണ്ടും ഉരുളണമോ എന്നുള്ളത്. നിങ്ങൾ എന്ത് പഠിച്ചു, ആരിൽ നിന്ന് പഠിച്ചു എന്ന് മനസ്സിലാക്കി വചനത്തിലൂടെ ഉറപ്പിച്ച് അത് നിശ്ചയം പ്രാപിച്ച് അതിൽ മുന്നോട്ടേക്ക് പോവുക. നമ്മൾ ആരും ഭീരുക്കളാകരുത്. പകരം ദൈവത്തിന്റെ വചനത്തിൽ എങ്ങനെ പറയുന്നു, മോനെ, എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. ദൈവം നമ്മളോട് പറയുന്നത്, ദൈവത്തെ നിന്ദിക്കുന്നവരോട് മോളെ നീ ഉത്തരം പറയണം, മോനെ നീ ഉത്തരം പറയണം. അത് ദൈവം നമ്മളിലൂടെ സംസാരിക്കും. അതിന് ഏറ്റവും ഉയർന്ന നമ്മുടെ തേജസ്സിനെ മുന്നൊരുക്കിയിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൽ പ്രവർത്തിക്കുക. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ആമേൻ. Dear brothers, so to conclude, there are 3 different levels of wisdom of this age, wisdom of the rulers of this age. But dear brothers, even though we can use the wisdom of this age, what God truly intends for us to use is the hidden wisdom. That is the 3rd level, the highest level, that hidden wisdom which God predestined before the ages to our glory. And dear brothers, it is by using this wisdom that we will be able to overcome the tactics of Satan and his authorities. And dear brothers, many of you may not have heard this before, but today we learned about the 2 different tactics that Satan has used to bring about a separation between man and God. It's bring about separation between a pious man and God, not just impious man, but pious man and God. In the Old Testament days, he used to use sin as a mechanism. In the New Testament days, what he has used is he has given false doctrines about our Lord Jesus Christ, who was sent to be a way between us and God the Father, who was sent to prepare us to live with God the Father. Satan has sent out false doctrines to misuse our Lord Jesus himself and make Lord Jesus himself into a barrier, using this false doctrine as a barrier between us and God the Father. And dear brothers, we should be careful that we don't fall for any of these tactics. I urge you all to be vigilant and do the right thing, so that make the right decision, so that you won't still be rolling into the old mud, and instead you will be doing the right thing and going forward to live with God the Father. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ക്രിസ്തേശ്വരോട് ഞങ്ങൾ മെനയുകയും നഷ്ടപ്പെട്ട് ഞങ്ങളെ വീണ്ടെടുക്കുകയും വീണ്ടും ദുഷ്ടന്റെ പദ്ധതികളെ ജയിച്ച് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിനെ തലയോളം വളർന്ന് അങ്ങ് എത്തിച്ചേരുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കുകയും ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം. ഈ മക്കളെ അവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ച് ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ തലയോളം വളർന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശത്തെ ഞങ്ങളെ സഹായിക്കണമേ. അതിനെ മക്കളെ അവരെ അനുഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നമുക്ക് കൂട്ടായിരിക്കണമേ. രോഗികളായിരിക്കുന്നവരൊക്കെ സൗഖ്യമാക്കണമേ. ധനപരമായ ആവശ്യത്തിലായിരിക്കുന്ന മക്കളെ അങ്ങ് സഹായിക്കണമേ. മക്കളെ അവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം അനുഗ്രഹിതരായി തീരുവാനിടയാകട്ടെ. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗങ്ങളെ കരങ്ങളെ വെച്ചാട്ടെ. കർത്താവ് നിങ്ങളെ സൗഖ്യമാണ്. തീർച്ചയായും നിങ്ങളുടെ വിശ്വാസത ദൈവത്തോട് യാചിച്ചാട്ടെ. എവിടെയെങ്കിലും ഏതെങ്കിലും പാപങ്ങളെ ദൈവം നിങ്ങൾ ഓർപ്പിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകുവാൻ, ഇതിൽ ആവർത്തിക്കത്തില്ല എന്ന് ദൈവത്തോട് കൺഫസ് ചെയ്യുവാൻ ഒക്കെ ഇടയാകട്ടെ. സ്വകീയ പിതാവെ, വിശ്വാസത്തോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് കരങ്ങൾ വെച്ചിരിക്കുന്ന വേദനയുള്ള രോഗമുള്ള ഭാഗങ്ങളിലെ രോഗങ്ങളെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ശാസിക്കുന്നു, വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. സൗഖ്യമുള്ളവരായി തീരട്ടെ, സൗഖ്യമുള്ളവരായി തീരട്ടെ, സൗഖ്യമുള്ളവരായി തീരട്ടെ. ഹെവൻ, സ്വർഗം ഭൂമിയെ വാഴുന്നതിനായി നന്ദി. മഹത്വമേ സ്വർഗീയ പിതാവ് അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ ശുശ്രൂഷ ഞങ്ങളോടുകൂടി ട്യൂൺ ചെയ്ത് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. നാളത്തെ സഭായോഗത്തിൽ എല്ലാവരും കാണുന്നത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത റിട്രീറ്റ് സെപ്റ്റംബർ 1 തീയതിയാണ്. മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കർത്താവ് യേശുവോട് ചേർന്ന് നമുക്ക് മനുഷ്യരെ പിടിക്കുന്നവരാകാം. ദൈവം അവരെ നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ രാവിലെ സഭയോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരസ്പരം കാണാം. ദൈവരെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ സന്ദേശങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. നമ്മുടെ വെബ്സൈറ്റിലേക്ക് അതിവേഗം ഇത് കയറും. ഇത് മനസ്സിലാക്കുക. വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kingdommessages.com. നമ്മുടെ യൂട്യൂബ് ചാനൽ SVJ ഷാജി വെമ്പനറ്റ് ജോസഫ് മെസ്സേജസ് എന്നുള്ള ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്ത് അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള സന്ദേശങ്ങളൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കേൾക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ ഷാജി ജോസഫ് എന്ന് പറയുന്ന ആ ഫേസ്ബുക്ക് പേജ് എടുക്കുക. ധാരാളം ഷാജി ജോസഫ് അവിടെ കാണാം. അപ്പോ എന്റെ ഫോട്ടോ അവിടെ ഉണ്ട്. ആ ഫോട്ടോ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓൾറെഡി 5000 അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ v.o.g എന്ന് പറയുന്ന മറ്റൊരു ഫേസ്ബുക്ക് പേജ് കൂടി നമുക്കുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ട്യൂൺ ചെയ്യുക. എല്ലാവരോടുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ 100% പ്രയോജനകരമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.